ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുന്ന നേരത്ത് നമ്മുടെ അശ്വിൻ വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, ശ്രുതി നിന്നോട് അച്ഛമ്മ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല, അതിനവർക്ക് എന്നോട് ഇഷ്ടമല്ലല്ലോ. നീ അതൊന്ന് വെറുതെ വിട് ശ്രുതി. അച്ഛമ്മയുടെ മനസ്സിലിരിപ്പ് നടക്കില്ല എന്ന് പറഞ്ഞാൽ അച്ഛമ്മയുടെ മനസ്സൊക്കെ താനെ മാറിക്കോളും. ഇല്ല സർ, അവര് പറയുന്നതിൽ ന്യായമുണ്ട്. എന്ത് ന്യായം? നമ്മൾ ആചാരപ്രകാരം അല്ലല്ലോ വിവാഹിതരായത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരാവുകയില്ല. അത് അച്ഛമ്മയ്ക്ക് മാത്രല്ല എനിക്കും അറിയാവുന്ന കാര്യ. ഇത് കേട്ട അശ്വിൻ എന്താ പറയുന്നതെന്നറിയോ? ഓ, അപ്പോ ആചാരപ്രകാരത്തിൽ വിവാഹം കഴിച്ചാൽ നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാവും അല്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. എനിക്ക് ഈ ആചാരങ്ങളൊക്കെ റിവേഴ്സ് മോഡിൽ ആചരിക്കുന്നതാ ഇഷ്ടം. റിവേഴ്സ് മോഡോ? അതെന്താന്ന് ചോദിക്കാണ് ശ്രുതി. ആചാരപ്രകാരം കല്യാണം കഴിഞ്ഞ് ആചാരപ്രകാരം വീട്ടിലേക്ക് വന്ന് ആചാരപ്രകാരം മധുരം കഴിച്ച് ആചാരപ്രകാരം ആദ്യ രാത്രി എന്നാണല്ലോ. അതിനെ റിവേഴ്സ് മോഡാക്കാം. ആദ്യം ആചാരപ്രകാരമുള്ള ആദ്യ രാത്രി, പിന്നെ മധുര സേവിക്കല്, പിന്നെ വീട്ടിലേക്ക് വരുന്നത്, പിന്നെ കല്യാണം എന്നങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ ശ്രുതിക്ക്. അങ്ങനെയായാൽ ഒരു വെറൈറ്റി ഉണ്ടാവില്ലേ ശ്രുതി? ആവോ, എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എനിക്കറിയാം എന്നങ്ങ് പറഞ്ഞ് ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആചാരപ്രകാരമുള്ള ആദ്യ രാത്രിയിൽ നിന്ന് തന്നെ ചടങ്ങുകൾ തുടങ്ങാം അല്ലേ? എന്താ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ച് നമ്മുടെ അശ്വൻ അങ്ങ് കയറി പോവാണ്. ആചാരപ്രകാരമുള്ള ആദ്യ രാത്രിയോ? ഇനി സാറ് സീരിയസ് ആയിട്ട് വല്ലതും പറഞ്ഞതാണോ? എൻ്റെ കുട്ടി കൃഷ്ണ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടേ.